സൂറത്തു അൽ കഹ്ഫ് 18-ാമത്തെ സൂറത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ 98-ാമത്തെ ആയത്ത് മുതലാണ്, ഏകദേശം സൂറത്ത് അൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ആദ്യം ഞാനൊന്ന് ഓതാം. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന ആയത്തുകൾ ഒന്ന് ഓതാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖ്ഖാ وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. നമ്മൾ ദുൽഖർനൈനിയെ കുറിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയുവാനുള്ളത്. ഒരു വലിയ ഒരു നാട്ടിലെത്തി അവിടുത്തെ ആളുകളുടെ താല്പര്യപ്രകാരം ലോഹങ്ങൾ ഉരുക്കി ഒരു വലിയ അണക്കെട്ട് നിർമ്മിച്ചു. ആ അണക്കെട്ട് വിജയകരമായിട്ട് അദ്ദേഹം പൂർത്തിയാക്കി. യാതൊരു വിധത്തിലും ഇനി യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഗോത്രക്കാർക്ക്, ജനവിഭാഗങ്ങൾക്ക് മറികടന്നു വന്ന് ഈ ഗ്രാമത്തിൽ കലാപങ്ങളും പ്രശ്നങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാവില്ല എന്ന നിലക്ക് ആ അണക്കെട്ട് ഭദ്രമായി അതിൻ്റെ പണി പൂർത്തിയായി. ആ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടെ ലോകത്തെ എല്ലാ ഭാഗങ്ങളും സഞ്ചരിച്ച് കീഴ്പ്പെടുത്തി അവിടെയെല്ലാം നന്മയുടെ മാതൃകകൾ കാഴ്ചവെക്കുന്ന നീതിമാനായ ഈ ഖുർആൻ പറയുന്ന ദുൽഖർനൈൻ എന്ന് പറയുന്ന ഭരണകർത്താവ്, അദ്ദേഹം അവർക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണ് ചെയ്തു കൊടുത്തത്. സ്വാഭാവികമായും ജനോപകാരപ്രദമായിട്ടുള്ള ഏറ്റവും വലിയൊരു നന്മ ആളുകൾക്ക് മുന്നിൽ ചെയ്തു തീർക്കുമ്പോൾ, അതിന് വലിയ അംഗീകാരങ്ങളും സ്വീകാര്യതകളും ലഭിക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ചെറിയൊരു അഹങ്കാരം ഉണ്ടാകുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മെക്കുറിച്ചൊരു അഭിമാനബോധം, അതേപോലെ തന്നെ ഒരു അഹങ്കാരം. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവാം, അഭിമാനമുണ്ടാകാം, സന്തോഷമുണ്ടാകാം. പക്ഷേ അത് ഞാൻ എൻ്റെ പ്രത്യേകമായ കഴിവുകളെ കൊണ്ട് സ്വന്തമായി നേടിയെടുത്തൊരു കാര്യമാണ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മറന്ന് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തെന്തെല്ലാം പങ്കുകളും ഭാഗധേയങ്ങളും എൻ്റെയും നിങ്ങളുടെയും നേട്ടങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിലും ആത്യന്തികമായി അത് നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റേത് തന്നെയാണ്. കാരണം ഒന്ന്, അള്ളാഹുവിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങളെ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി 18 കോടി സ്വരൂപിച്ചത്. ആ വാർത്ത അറിയാത്ത ആരും ഉണ്ടാവില്ല. മീഡിയകളിലൊക്കെ ധാരാളമായിട്ട് വന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടൊരു കാര്യം, നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയാൽ എന്താണോ സംഭവിക്കുക അതാണ് ആ കുട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മസിലുകളുടെ ഉത്തേജനത്തിനും പ്രവർത്തനത്തിനും തകരാറ് പരിഹരിക്കാനും വേണ്ടിയാണ് 18 കോടിയുടെ മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഒരു പൈസയും ചിലവാക്കാതെ 10, 70, 80 വർഷം നമ്മുടെ ശരീരത്തിൻ്റെ ഈ മസിലുകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മസിലുകളുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്കൊരു വാക്ക് പറയാൻ പറ്റും, നടക്കാൻ പറ്റും, ഇളകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നേട്ടമെന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ്? അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ് നമ്മുടെ ബുദ്ധി. ഇതൊക്കെ ഈ പറയപ്പെട്ട കഴിവുകളൊന്നുമില്ലാത്ത ആളുകളില്ലേ ഈ നാട്ടിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടേതല്ല ഒന്നും, എല്ലാം. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, അതിന് വേണ്ട സാമഗ്രികളെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വാടകയ്ക്കെടുക്കും. അയാൾ വെറുതെ തരുന്നു നമുക്ക് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ. അങ്ങനെ നമ്മളൊരു കർമ്മം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടേത് മാത്രമാണ് നമ്മൾ പറയൂ. നമ്മുടേതുണ്ട്, പക്ഷെ വേറുള്ള ആളുകളുടെ സഹകരണങ്ങളെ കൊണ്ടല്ല നമ്മളത് ചെയ്തത്.
എന്നാൽ ജീവിതത്തിലെ മുഴുവൻ ഒന്നും വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു തന്നതാണെങ്കിൽ നമ്മൾ നേടി എന്ന് അഹങ്കരിക്കാൻ ഏതെങ്കിലും കാര്യങ്ങളിൽ പറ്റും. അതുകൊണ്ട് വിജയകരമായി അണക്കെട്ട് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളാണിത്. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇത് എൻ്റെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഇതെൻ്റെ റബ്ബ് എന്നിലൂടെ സാധിച്ച വലിയൊരു അനുഗ്രഹമാകുന്നു. റഹ്മത്തും മിർ റബ്ബി, ഇതൊരു വല്ലാത്ത മനസ്സാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ട അദ്ദേഹം വളരെ മഹത്തായ പ്രവർത്തനങ്ങൾ, അത്ഭുത പ്രവർത്തികൾ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന വാക്ക് എന്താണെയോ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഇതെൻ്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ്, ഞാൻ നന്ദി ചെയ്യോ നന്ദികേട് കാണിക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാലും മറ്റൊരാളുണ്ട് തൻ്റെ കഴിവുകളെയും നേട്ടങ്ങളെയും മുഴുവൻ തന്നിലേക്ക് ചേർത്ത് പറയുകയും അള്ളാഹുവിൻ്റെ ഔദാര്യാനുഗ്രഹങ്ങൾ നിഷേധിക്കുകയും ചെയ്തൊരു വ്യക്തിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതാരാണ്? ഖാറൂൻ. അവൻ്റെ വാക്ക് എത്ര കൃത്യമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അടുക്കെന്നുള്ള അറിവ് കൊണ്ടാണ് ഞാനിതൊക്കെ നേടിയതെന്നാണ്. അതാണ് അവൻ്റെ പ്രസ്താവന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി പ്രസംഗിക്കുന്നവരാവാം, അല്ലെങ്കിൽ നന്നായി ജോലി ചെയ്യുന്നവരാവാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി വലിയ സേവനം ചെയ്യുന്നവരാവാം, എന്താവട്ടെ, ഇതിനെല്ലാമുള്ള അനുകൂലാവസ്ഥകൾ ഉണ്ടാക്കി തരുന്ന അള്ളാഹുവാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ നേടിയാലും ആ നേട്ടങ്ങളെ മുഴുവനും നിമിഷങ്ങൾ പോലും ആവശ്യമില്ലാതെ നിഷ്ഫലമാക്കി കളയാൻ അള്ളാഹുവിന് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവോട് ഇത് നിലനിൽക്കാനും ഏറെ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് കിട്ടുന്നൊരു വരുമാനത്തെ നമ്മൾ അഹങ്കരിക്കുമ്പോൾ അത് നിർത്തിക്കളയാൻ അള്ളാഹുവിന് വല്ല പ്രയാസമുണ്ട് സുഹൃത്തുക്കളെ. ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി വന്ന് എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്ത പല സുഹൃത്തുക്കളും ബിസിനസ് രംഗത്തൊക്കെ മികച്ചു നിന്നവരും കോവിഡ് വന്നപ്പോൾ അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് സാധനം വാങ്ങാൻ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയില്ലേ. ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മളെല്ലാം നേടിയെടുക്കുന്നത്. ആ അനുഗ്രഹങ്ങളെ നിലനിർത്തുന്നതിലും അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ അവനെ മറക്കാൻ പറ്റും, അഹങ്കരിക്കാൻ പറ്റും എന്നതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ, അതുകൊണ്ട് എൻ്റെ രക്ഷിതാവിൻ്റെ നിശ്ചിത സമയം വന്നാൽ, അള്ളാഹു നിശ്ചയിച്ച സമയം വന്നാൽ, വഅദ് വന്നാൽ, ജഅലഹു ദക്കാ, ദക്കാ അതിനെ നിരപ്പാക്കുന്നതാണ്, തകർത്ത് കളയുന്നതാണ്, നിരപ്പാക്കി കളയും. അപ്പോൾ ഈ അണക്കെട്ടൊന്നും പിന്നെ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ വാഗ്ദത്തം അന്ത്യദിനം വന്നാൽ ഇതൊക്കെ തകർന്ന് തരിപ്പണമാകും. ഇനി അന്ത്യദിനം വരും. വകാന വഅദു റബ്ബി ഹഖ്ഖോ, എൻ്റെ റബ്ബിൻ്റെ വാഗ്ദത്തം സത്യമാകുന്നു എന്നാണ് അവസാനമായി പറയുന്നത്. അപ്പോൾ ആ ഒരു മനസ്സ്, അതാണ് നമ്മളെ എല്ലാവരെയും ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ എന്തു കാര്യം, ചില ആളുകൾ രോഗങ്ങളൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവരവിടെ ആഫിയത്ത് ഉണ്ടാവുമല്ലോ, അവിടെ സൂഖ്യം. അവർ പറയും ഒരു പാരസെറ്റമോൾ പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഒരു സൂക്ഷ്മത കൊണ്ട് മാത്രം നമ്മൾക്ക് രോഗം വരാതിരിക്കാൻ പറ്റും. നമ്മുടെ ബാത്റൂമിലൊന്ന് കാല് വൈകി വീണ് ഊര മുറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നീച്ച് നടക്കുമോ? ആശുപത്രിയിൽ നിന്ന് പോരുമോ? അപ്പോൾ അതൊക്കെ നമ്മുടെ സൂക്ഷ്മത കൊണ്ടാണ് സംഭവിക്കാതിരിക്കുന്നത്. നാം നടന്നു പോകുമ്പോൾ ഒരു മരം നമ്മുടെ തലയിലേക്ക് വീഴാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ മുമ്പോട്ട് നോക്കിയാൽ നടക്കണത്, മേലോട്ട് നോക്കി നടക്കാൻ പറ്റും നമുക്ക്? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾക്ക് അള്ളാഹു തന്ന സുരക്ഷിതത്വം, നമ്മൾ അറിയാത്ത എത്രയോ കാവലുകൾ അള്ളാഹു തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അഹങ്കരിക്കാൻ പാടില്ല. وَتَرَكْنَا بَعْضَهُمْ يَوْمَئِذٍ يَمُوجُ فِي بَعْضٍ وَنُفِخَ فِي الصُّورِ فَجَمَعْنَاهُمْ جَمْعًا وَتَرَكْنَا بَعْضَهُمْ يَوْمَئِذٍ يَمُوجُ فِي بَعْضٍ. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? അന്ത്യനാൾ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു ലക്ഷണമായിട്ട് പറഞ്ഞാണ് യജൂജ് മൗജൂജിനെ തുറന്നു വിടുന്നുള്ളത്. ഹത്താ ഇദാ ഫുത്തിഹത്ത് യജൂജ് വ മഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലു, എല്ലാ സ്ഥലത്തും അവർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുണ്ടാക്കുന്ന ഒരു കലാപം ഇവിടെ ഉണ്ടാവാനിരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് വതറക്നാ ബഅദഹും, അവരിൽ ചില ആളുകളെ നമ്മൾ ഉപേക്ഷിക്കും,
യൗമൈദിൻ അന്നേ ദിവസം യമൂജു ഫി ബഅദ് ചിലരിൽ അലമറിയുന്നവരായി തിരയടിക്കുന്നവരായി അലയടിക്കുന്നവരായി അവർ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരിൽ എത്തും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തിരയടിക്കുക എന്ന് പറഞ്ഞാൽ ആധിക്യത്തെ സൂചിപ്പിക്കാനാണ്. കടലിലെ വെള്ളത്തിൻ്റെ ആധിക്യമാണല്ലോ. അപ്പോൾ അത്രയധികം ആളുകളുണ്ട്. ലോക ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ യജൂജ് മഅജൂജാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന ഫിത്നകളെയും കുഴപ്പങ്ങളെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ കലാപങ്ങൾ അവരുണ്ടാക്കാൻ പോകുന്നു എന്ന സൂചന. തുടർന്ന് പറയുന്നത് വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംഅ വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംഅ. അങ്ങനെ എന്ത് ചെയ്യും? കാഹളത്തിൽ ഊതപ്പെട്ടാൽ, വനുഫിഖ ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫജമഅനാഹും ജംഅ. അപ്പോഴായാലും ആശയപരത്തിൽ അവരും വരും, മൊത്തം ജനങ്ങളും വരും. രണ്ടും പറയുന്ന കാര്യങ്ങൾ ഒപ്പാണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഫിത്നകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ അക്രമങ്ങളുടെയും കുഴപ്പങ്ങളുടെയും ഒക്കെ ഫലം അവർ മനസ്സിലാക്കുക പരലോകത്ത് വരുമ്പോഴാണ്. അതാണ് തുടർന്ന് പറയുന്നത് വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർളാ വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർളാ. അന്നത്തെ ദിവസം അവിശ്വാസികൾക്ക് നരകത്തെ നാം നേരാം വണ്ണം കാണിച്ചു കൊടുക്കുന്നതാണ്. അർളനാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർള, ശരിക്കാണ് കാണിച്ചു കൊടുക്കും. ലതറവുന്നൽ ജഹീം, ആ നരകത്തെ നേരിട്ട് കണ്ണിൽ കാണുന്ന രംഗം ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ. കത്തിയാളുന്ന വിശാലമായ അഗ്നിഗോളങ്ങളുടെ ലോകം, ഒരു തെർമീബി ഷർറിൻ കൽ കസർ, അതിന്ന് പാറി വീഴുന്ന ഒരു ചെറിയ തീക്കനൽ പോലും, തീപ്പൊരി പോലും കൊട്ടാരങ്ങളെ പോലെയുള്ള തീപ്പൊരി. അന്നഹു ജിമാലത്തുൽ സുഫർ, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെ ചിതറി വീഴുന്ന തീപ്പൊരികൾ. എന്തായിരിക്കും ആ നരകത്തിൻ്റെ അവസ്ഥ? വബുർരിസത്തിൽ ജഹീമുൽ ഗാവീൻ, അക്രമികൾക്ക് നരകത്തെങ്ങനെ അള്ളാഹു പ്രദർശിപ്പിച്ച് വെളിവാക്കി കാണിച്ചു കൊടുക്കുന്നതാണ്. എന്തിനാണ്? ഇവിടേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. അവിടുത്തെ അതിൽ കത്തിയെറിയാനും അതിലത്തെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടാനുമാണ്. അതിൻ്റെ കൊടും തണുപ്പും കൊടും ചൂടും അനുഭവിക്കാൻ അവിടെ പോകുന്നതാണ്. എന്തായിരിക്കും? ഇത് വെറുതെ പറയല്ല. ഈ നരകം അവർ വാങ്ങിയതാണ്. ഈ നരകം അവർ വാങ്ങിയതാണ്. എങ്ങനെയാണ് അവർ വാങ്ങിയത്? ഇസ്ലാമിനോടുള്ള വിരോധം, വിദ്വേഷം, അത് സത്യത്തെ കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. ഇസ്ലാമിക വിമർശകന്മാർ അവരുടെ വിമർശനങ്ങളുടെ ശൈലി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആശയങ്ങളോടുള്ള വിരോധമല്ല, ഇസ്ലാമിനോടുള്ള വിദ്വേഷം, പക, മനസ്സിലെ വിരോധം. പല കാരണങ്ങളാവാം. അവിടെ ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാവാം, അതല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളാത്തൊരാശയമായതുകൊണ്ടാവാം, എന്തുകൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അയാളുടെ മനസ്സിൽ ഉണ്ടാക്കി തീർത്ത വിരോധങ്ങളെ കൊണ്ടാവാം. അങ്ങനെ കണ്ണുകൾ അടഞ്ഞു പോയവർ, കാതുകൾ അടഞ്ഞു പോയവർ, അവർക്കൊന്നും കേൾക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ വളരെ വ്യക്തമായ പകൽ പോലെയുള്ള സത്യത്തെ നിരാകരിച്ച് കളഞ്ഞ് അവർ നരകത്തിലേക്ക് ബോധപൂർവം എത്തിയതാണ്. അല്ലദീന കാനത് അഅ്യുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി വകാനൂ ലാ യസ്തതിഊന സംഅ. അല്ലദീന കാനത്ത് അഅ്യുനുഹും ഫീ ഗിതാ, അതായത് അവിടെ കണ്ണുകൾ മൂടിയിലായിരിക്കും. മൂടിയാണ്. എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ അവരുടെ കണ്ണുകൾ അവർ തുറന്നില്ല. മാത്രമല്ല വകാനൂ ലാ യസ്തതിഊന സംഅ, അവർക്ക് കേൾക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അവർ കേട്ടതുമില്ല, അതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേൾക്കാൻ, ദീൻ്റെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരവസ്ഥയുണ്ടാവണം. നമ്മളിൽ പല ആളുകളും കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒക്കെ ഇപ്പോൾ നമുക്ക് അറിയില്ലേ, ഒക്കെ കേൾക്കൂലേ, ഇത്രയും കാര്യം നമ്മൾ മുസ്ലിം ആയിരുന്നില്ലേ? സുഹൃത്തുക്കളെ, സത്യം അതാണ്. നമ്മളിപ്പോൾ ഇത്തരം ഖുർആൻ ക്ലാസ്സുകളും നമ്മുടെ ആദർശ പഠനവും ദീനീ കാര്യങ്ങളും പീസ് റേഡിയോയും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുകയും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കണ്ണുകൾ തുറന്നു വയ്ക്കുക, കാതുകൾ തുറന്നു വയ്ക്കുക, കേൾക്കുക.
അങ്ങനെയാണെങ്കിൽ എവിടേക്കാ പോവുക? സ്വർഗത്തിലേക്കാണ് പോവുക. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഅീർ. ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോലും. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ, എപ്പോഴും ദീനിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് സ്വർഗത്തേക്കുള്ള വഴി. ഇതൊക്കെ കേൾക്കാനും ചിന്തിക്കാനും നമ്മൾ സമയം കാണാതിരിക്കുമ്പോൾ അതാണ് നരകത്തിലേക്കുള്ള വഴി. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാകുന്നു ഇത്. ഒന്നും കൂടെ നമുക്ക് പാരായണം ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖ്ഖാ വതരക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ് വനഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽകാഫിരീന അർളാ الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. ഇൻഷാ അല്ലാഹ് കുറച്ച് ആയത്തുകൊണ്ടേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുകൾ നമുക്ക് പൂർത്തിയാക്കാം. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമന്മാരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ